ഇപ്പോൾ തുടരുമ്പോഴത്തെ വലിയൊരു സിനിമ, ലെജൻഡ് ലാലേട്ടൻ്റെ പരിപാടി എന്നൊക്കെ വരുമ്പോൾ സംശയം ഒരു കുഞ്ഞു സിനിമയാണ്. അതിന് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യപ്പെടണം, അതിന് കുറച്ച് സമയം വേണം. അല്ല, ഈ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ഉണ്ട്, നമുക്ക് ഒട്ടും വർക്കാത്ത സിനിമകൾ ചിലപ്പോൾ തിയേറ്ററിൽ വർക്കാവും. അപ്പോൾ ഈ മലയാളികൾ എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കണേ സിനിമയിൽ അത്ര സംശയങ്ങളുണ്ട്. അപ്പോൾ അതിന് ഇതില്ല. അപ്പോൾ അത് ചെറിയൊരു ഫോണാണ് യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ. അപ്പൊ ഇൻസ്റ്റ അതൊക്കെ ഒന്നുമില്ല, സ്റ്റാർ ആയിട്ട് ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നടക്കുന്നില്ല, നടക്കുന്നില്ല. സ്റ്റാർ ആവണ എന്തിനാ ഉപേക്ഷിക്കാൻ? അപ്പൊ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ വടകരയിലെ ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററുടെ കഥാപാത്രം, നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് വർക്ക് ചെയ്യും. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് വെയിറ്ററായിട്ട് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യിച്ചില്ലെങ്കിൽ ആ വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ ഇരിക്കും. മലയാളത്തിൽ ചെറിയ മെത്തേഡ് ആക്ടിംഗ് പിടിക്കുന്ന ആരാള്? എൻ്റെ അറിവിലാരും മെത്തേഡ് ആക്ടേഴ്സ് ഇല്ല, കാര്യം പോസിബിൾ അല്ലല്ലോ. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പം സീരീസ് പിടിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ പാൻ ഇന്ത്യൻ സീരീസുകളൊക്കെ എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി മുടങ്ങുന്ന സംശയം ഉണ്ടായിരുന്നു. ആ സംശയം പിന്നെ ഇപ്പൊ മാറിയോ? ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഹിറ്റ് സീരീസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ട ടൈം ആയിരുന്നു, പോയില്ലേ? പക്ഷെ ഞാനത് ചെയ്തില്ല. സ്റ്റാർജാമിന് വരണോ വേണ്ടേ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നോ? ഒരിക്കലും ഇല്ല. സ്റ്റാർ ജാം എന്ന് കേട്ടാല് പറന്നെത്തും, ചാടി പറന്നെത്തും പറന്നെത്തും. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂസ് റേഡിയോ ഇന്റർവ്യൂസ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ റാഫിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമല്ലേ, അപ്പൊ നമ്മൾ പറന്നെത്തിരിക്കൂടെ. ശരി, ഞാൻ സംശയം പിടിച്ചതാണ്, വർക്കായില്ല. അതുപോട്ടെ. പക്ഷെ ഞാൻ എന്ത് ഇന്റർവ്യൂ കൊടുക്കുന്ന സംശയിച്ചിരിക്കുകയാണ്. സംശയം മാറി. എന്റെ ആദ്യത്തെ സ്റ്റാർ ജാം എപ്പിസോഡ് തൊട്ട് സ്റ്റാർ ജാമിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആക്ടറാണ്. അതെനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു, താങ്ക് യു. With RJ Rafi. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായ സംശയം എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് സംശയമില്ല. ഞാനിങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ ഉറക്കം കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രൊമോഷനോ ഇതൊക്കെ ആയിട്ടൊക്കെ ചെറിയ ഓട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിലും ആരെങ്കിലും വിളിക്കും അങ്ങനെ കേട്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിലൊക്കെ നോക്കിയിട്ട് കുഴപ്പമുണ്ടോ എന്ന് നോക്കി ഒരു കണ്ണട വെക്കാം, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ. നമ്മുടെ എനർജിയിലെ സംശയം അല്ലേ, ലുക്കില് ടയർഡാണോ എന്ന് സംശയം. അതെ അതെ. അമ്മാതിരി പ്രൊമോഷനാണല്ലോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഇപ്പോൾ മറ്റേ സിനിമ ദിനംപ്രതി കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ എൻ്റെ പണികളൊക്കെ ഉണ്ടായിട്ട് അത് മാറ്റി. എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം എല്ലാം ഉണ്ടാവും, പക്ഷെ പ്രൊമോട്ട് ചെയ്ത കാര്യം അത്രയ്ക്ക് പേഴ്സണലാണ് സിനിമ. എല്ലാ സിനിമകളും പേഴ്സണൽ ആവാറില്ല. സംശയം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ക്ലോസ് ടു മൈ ഹാർട്ട് ഫിലിമാണ്. സൂപ്പർ. ഷറഫുദ്ദീനായിട്ട് തല്ലുകൂടുന്നു, ഫാഫയായിട്ട് റീൽ ചെയ്യുന്നു, എല്ലാ സകല ഇൻഫ്ലുവൻസേഴ്സിനെ പിടിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അഭിനയിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് സ്വന്തം കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ കണ്ടുപിടിച്ച് അതിലേക്ക് പോകുന്നതാണ്. ഞാനും എൻ്റെ ഫിലിം മേക്കർ രാജേഷ് രവിയും കൂടെ ആശ്രയിച്ച കാര്യം സിനിമ ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം ഫണ്ണുണ്ടെന്ന് പറയുമ്പോഴും ഇത് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സിനിമയാണോ എന്ന് എനിക്കറിഞ്ഞു. ഇത് ഫീൽ ഗുഡ് സിനിമയാണ്. നമ്മൾ തുടക്കം മുതൽ ചിരിച്ച മുഖത്തോടുകൂടി കാണുക. സിനിമ സംസാരിക്കുന്ന കഥ ഇന്നുവരെ മലയാള സിനിമയിൽ പറയപ്പെടാത്ത ഒരു പുതിയ കഥയാണ്. അത് ഞങ്ങൾക്ക് വലിയ ഒരു പിന്നെ സംശയം എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ് ഇതൊക്കെ. അപ്പോൾ ഞാനും രാജേഷും കൂടെ ആലോചിച്ചു. പിന്നെ നമ്മുടെ വലിയ സിനിമയല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ വലിയ ബഡ്ജറ്റും ഇല്ല പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള വീഡിയോസിൽ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താം. അപ്പം അങ്ങനെ ഉണ്ടായ ചിന്തകളിൽ ഉണ്ടായ വീഡിയോസ്. ഫാഫേനെ എങ്ങനെ പിടിച്ചിട്ട് അതെ, ഫാഫേനെ കുറെ നാളുകളായിട്ട് ഒരു സിനിമയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഓടും കുതിര ചാടും കുതിര. അപ്പോൾ ഫാദിനോട് പറഞ്ഞു, ഞാൻ ക്രിയേറ്റീവില് ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഇന്നുവരെ കിട്ടിയ വേഷങ്ങളിൽ ഏറ്റവും വ്യത്യസ്തതയുള്ളൊരു കഥാപാത്രമാണ്. എൻ്റെ കളറല്ല, എൻ്റെ പല്ലല്ല, എൻ്റെ ആക്സെൻ്റ് അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാള് സന്തോഷവും സങ്കടവും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന എൻ്റെ തരത്തിലല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മേജറായിട്ടൊരു ആക്സെന്റ് മാറി ചെയ്യുന്നത്. കണ്ണൂരാണോ? വടകര. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് ഈ സിനിമ വളരെ പ്രിയപ്പെട്ടതാണ്.
പിന്നെ സിനിമ എപ്പോഴും പൂർണ്ണതയിലെത്തുന്നത് ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫഹദിനോട് ചോദിച്ചു, ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയാണ്, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലുക്കിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഫഹദ് എപ്പോഴും ഓൺലൈനിൽ വരാത്ത ഒരാളായതുകൊണ്ടിട്ടും അയാൾ ഇന്ത്യയിലെ മോസ്റ്റ് വോണ്ടഡ് ഫൈനസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സോണിൽ നിൽക്കുന്ന ആളായതുകൊണ്ടിട്ടും പുള്ളിയുടെ ഒരു നിഴൽ വന്നാൽ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, അറിഞ്ഞുകൊണ്ട് കളിച്ചു. പുള്ളി ഒരു സെക്കൻഡ് എടുത്തില്ല, ഞാനത് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ആടോ താൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 1 മിനിറ്റ് എടുത്തിട്ടില്ല ആ വീഡിയോയിൽ. ഞാൻ അയാളെ ഒട്ടും ബുദ്ധിമുട്ടിച്ചില്ല. അയാൾ പറഞ്ഞു ഞാൻ റെഡിയായി നിൽക്കാൻ, താ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് സംശയത്തിൽ നോക്കാം, അങ്ങോട്ടും മതി എന്ന് പറഞ്ഞു. 1 മിനിറ്റിൽ ഞാൻ പരിപാടി തീർത്ത് സാധനം ലോക്ക് ചെയ്തു. അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് സംശയത്തിൽ. അതിൽ പ്രിപ്പറേഷനോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടാണ് അഭിനയിച്ചത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ പരസ്പരം സംശയത്തോട് നോക്കിയാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വാവ്, രണ്ടുപേരും ഭയങ്കര അഭിനയായിരുന്നു. ഞാൻ വിചാരിച്ച കുറെ റീടേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ച്. ഒന്നുമില്ല, 1 മിനിറ്റിലെ പരിപാടി തീർത്തു. അത് മറ്റേ നഖമൊക്കെ അടിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ അയാള് വേറെ സോണിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. പുള്ളിനോട് പോയിട്ട് നമ്മൾ ഡയറക്ഷൻ ഒന്നും കൊടുക്കണ്ടല്ലോ. സൂപ്പർ. തമാശയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതെ, ഓരോ പടം വന്ന ഒരു വഴി ഉണ്ടാവും. പിന്നെ ഫോർട്ടിലേക്ക് ഈ പടം വന്ന വഴി എങ്ങനെയാണ്? ഒന്ന് തമാശയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഞാനും രാജേഷും കൂടെ ബിസ്മി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിവിൻ ലീഡിലൊരു പടം ആലോചിച്ചിരുന്നതിൽ ഞാൻ വില്ലനായിരുന്നു. അപ്പൊ എവിടെയും ഞാൻ രാജേഷും കണക്റ്റഡ് ആണ്. ഈ സംശയം എന്ന് പറയുന്ന ഇത് എഴുതിയപ്പോഴും രാജേഷ് എവിടെ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഷറഫിനോട് പറഞ്ഞപ്പോൾ ഷറഫ് പറഞ്ഞു ഞാൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാമെന്ന്, എൻ്റെ ക്യാരക്ടർ. അപ്പോൾ രാജേഷ് പറഞ്ഞു അത് വേണ്ട, അയാൾ ചെയ്തോളും. അപ്പോൾ എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അയാളുണ്ടായിരുന്നു. വേറെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്, അതാണ് നല്ല തരത്തിൽ ഷറഫിനോട് പറഞ്ഞു. അപ്പോൾ വേറൊരു തരത്തിൽ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. രാജേഷ് ഭയങ്കര വോംത്തുള്ള ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു റൈറ്ററാണ്. നമ്മൾ എഴുതിയ പരിപാടികൾ ഇടക്കിടക്ക് മാറ്റും പുള്ളി. പക്ഷെ മാറ്റുമ്പോഴും ഈ പറയുന്നല്ലോ ഭയങ്കര ഡെപ്തുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഈ സിനിമയിൽ എന്നെ കാണിക്കുന്നതിന് മുമ്പേ ഞാൻ ആരാണെന്നും എൻ്റെ ഒരു നേച്ചറും എൻ്റെ ഒരു ഞാൻ ജോലിയെടുക്കുന്ന സ്പേസും ഒക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള ഒരു ബ്രില്യൻസ് ഉണ്ട് രാജേഷിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭയങ്കര പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് സംശയത്തിന്. ഡെപ്തുള്ള സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ ഒരു കോമൺ മാന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് പറയാ, ഭയങ്കര ലാളിത്യമുണ്ട്. നമ്മൾ എനി ആർട്ട്, നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാത്തും ഞാൻ വിശ്വസിക്കുന്നത് എൻഗേജ് ചെയ്യണം സാധാരണക്കാരനെ. നമ്മൾ ഭയങ്കര മഹത്തായ കാര്യം പറഞ്ഞിട്ട് മനുഷ്യർക്കാർക്കും മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ല. എൻഗേജ് ചെയ്യിക്കണം, അവനോട് റിലേറ്റ് ചെയ്യണം, അവന് ഇമോഷണൽ ജേണി ഉണ്ടാവണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ കഥ പറയപ്പെടുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംശയമാണ് പടത്തിൽ. അപ്പോൾ ഇത് പറയുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഓരോ ഷോട്ടിലും ഓരോ സീനിലും നമ്മൾ ഉറപ്പ് വരുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അവൻ ഒരു തരത്തിലും ബോറടിപ്പിക്കരുത്, ലാഗ് അടിക്കരുത്, എൻ്റർടൈനിങ് ആയിരിക്കണം. പക്ഷേ അതിനുവേണ്ടി ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാനും പാടില്ല. ഇങ്ങനെ ഒരു ബാലൻസ് നമ്മൾ സിനിമയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിന് വേണ്ടി വിനയ് ഫോർട്ട് എന്തൊക്കെ ചെയ്തു? ഇപ്പം വടകര സ്ലാങ് പഠിച്ചു. അതെ, വടകര സ്ലാങ് ഞാൻ പഠിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. രാജേഷ് 3-4 വർഷം വടകരയിലുണ്ടായിരുന്നു. രാജേഷ് ബിസ്മി സ്പെഷ്യൽ പറയുമ്പോൾ ഭയങ്കര മട്ടാഞ്ചേരി ഭാഷയിലാണ് എന്നോട് സംസാരിച്ചിരുന്നത്. സംശയം പറയുമ്പോൾ വടകര ഭാഷയിൽ എന്നോട് അങ്ങനെ ഇയാൾ ഭയങ്കര സ്കിൽഡ് ആയിരുന്നു. പുള്ളിയാണ് വടകര സ്ലാങ് പഠിപ്പിച്ചത്. അപ്പോൾ രാജേഷിന് അത്രത്തോളം ആധികാരികത ഉണ്ടായിരുന്നു ആക്സെന്റിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വടകര എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഞാൻ അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇടയ്ക്ക് ഫോട്ടോ വെച്ച് പോയി സംസാരിക്കുമ്പോൾ കയറി വരുമോ പിന്നെ ഫോട്ടോ? അങ്ങനെയില്ല, ഞാനങ്ങനെ ഒരു ഭയങ്കര മെത്തേഡ് ആക്ടറൊന്നും അല്ല. എനിക്ക് ജോലിയും ജീവിതവും വേർതിരിച്ചു വെക്കാനുള്ള ഒരു പരിപാടി എനിക്കുണ്ട് കൃത്യമായിട്ട്. എങ്ങനെയത്? നമ്മൾ മറ്റേ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവസാനിച്ച് നമ്മൾ വേറൊരു ലൈഫാണ് കാര്യം. നമ്മുടെയൊക്കെ നമുക്ക് ഭാര്യ, കുട്ടി, അമ്മ എല്ലാം ഉള്ള കൊണ്ടിട്ട് അവരെ ബാധിക്കരുതല്ലോ. ഈ നമ്മുടെ അഭിനയഭ്രാന്ത് നമ്മുടെ മാത്രമാണല്ലോ. അപ്പം അവിടെ വേറൊരു തരത്തിൽ നമ്മളങ്ങനെ ഇവൻ സിനിമ കൂടി അധികം സംസാരിക്കാനൊന്നുമില്ല. അത് ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും. അപ്പോൾ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വടകരയിലെ ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററുടെ കഥാപാത്രം, നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് വർക്ക് ചെയ്യും. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് വെയിറ്ററായിട്ട് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യിച്ചില്ലെങ്കിൽ ആ വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ ഇരിക്കും. ഇയാൾ താമസിക്കുന്ന ഒരു സ്പേസിൽ പോയിട്ട് നിൽക്കുകയും ഒരുപാട് മാസങ്ങൾ അവിടെ താമസിച്ചിട്ട് ഈ ഭാഷ പഠിക്കുകയും അയാൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഇത്ര മാസം നടക്കുന്നു, പിന്നെ ഇയാളുടെ ബന്ധങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ അത് അരി വാങ്ങണ്ടേ. അപ്പോൾ വർഷത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 5-6 പടം ചെയ്യും. മെത്തഡ് ആക്ടിങ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ടോ? മെത്തഡ് ആക്ടിങ് എനിക്കറിയാവുന്ന ഡാനിയൽ ഡേ ലൂയിസ് എന്ന് പറഞ്ഞിട്ട് എബ്രഹാം ലിങ്കൻ ഒക്കെ ചെയ്തില്ലേ, എബ്രഹാം ലിങ്കൻ, മൈ ലെഫ്റ്റ് ഫുട്ട്. പുള്ളി 10-30-40 വർഷത്തെ കരിയറിൽ ആകെ 12 സിനിമ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമയ്ക്ക് ശേഷം പുള്ളിൻ്റെ റീഹാബിറ്റേഷൻ ഇപ്പോൾ സെൻറ്ററിൽ കൊണ്ടുപോകണം. നമ്മുടെ ആ ഒരു തരത്തിൽ ഉള്ള പരിപാടിയാണ്. പുള്ളി മൈല ഫുട്ട് ചെയ്യുമ്പോൾ പുള്ളി വീൽ ചെയറിലാണ് പുള്ളി അനങ്ങിയില്ല. വാഷ്റൂമിൽ പോകുന്നൊക്കെ വീൽ ചെയറിലാണ്. അതിൽ നിന്ന് ഭക്ഷണം കഴിക്കും. സിനിമ കഴിഞ്ഞ് പുള്ളീനെ വീൽ ചെയറിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ഇത്ര റിബ് ഒടിഞ്ഞിരിക്കുകയാണ് പുള്ളിയുടെ. എന്നിട്ട് പിന്നെ റീഹാബിറ്റേഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ടാണ് പുള്ളിനെ സെറ്റാക്കി. അപ്പം അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. മലയാളത്തിൽ ചെറിയ മെത്തഡ് ആക്ടിങ് പിടിക്കുന്ന ആരാള്? എൻ്റെ അറിവിൽ ആരും മെത്തഡ് ആക്ടേഴ്സ് ഇല്ല. കാര്യം പോസിബിൾ അല്ലല്ലോ. അവർക്ക് 3 വർഷം 4 വർഷം കൂടുമ്പോൾ ഒരു സിനിമയ്ക്ക് ചെയ്താൽ മതി. ഒരു റിഹേഴ്സലിനും പെയ്ഡാണ്, വലിയ ഇൻഡസ്ട്രിയാണ്. നമുക്കത് ഒട്ടും മറ്റേ അരി വാങ്ങുന്ന കേസല്ലേ. അപ്പം അങ്ങനെ മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ മെത്തഡ് ആക്ടേഴ്സ് ഇല്ല. ഭയങ്കര റോങ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ടേമാണ് മെത്തഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ. സംശയത്തിന്റെ റിലീസ് ഡേറ്റിൽ സംശയം ഉണ്ടായിരുന്നു. ഒരു ഇനീഷ്യലി ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ തുടരുമ്പോഴത്തെ വലിയൊരു സിനിമ, ലെജൻഡ് ലാലേട്ടൻ്റെ പരിപാടി എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആ സംശയം ഒരു കുഞ്ഞു സിനിമയാണ്. അതിന് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യപ്പെടണം. അതിന് കുറച്ച് സമയം വേണം. സിനിമ കണ്ട ആളുകൾ, ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ആട്ടം പോലെയുള്ള സിനിമ, ഏത് സിനിമയായാലും അത് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ റാഫി പോയിട്ട് ആ സിനിമ കാണും. എന്നിട്ട് പിന്നെ റാഫിയുടെ ആഗ്രഹമാണ് ഈ സിനിമ ആളുകൾ കാണണം. റാഫി സോഷ്യൽ മീഡിയയിലും അതിൽ കൂടെ ഈ സിനിമയെ കുറിച്ച് എഴുതും. റാഫിനെ കാണുന്ന ആളുകളൊക്കെ കൂടി ഓക്കെ റാഫി എഴുതി ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് കയറേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിനൊരു പ്രോപ്പർ ടൈം വേണം. അപ്പോൾ ആ കറക്റ്റ് വിൻഡോയിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം സംശയം ഉണ്ടായിരുന്നു. തുടരും വന്നപ്പം ആ കൂട്ടത്തിൽ ഇറക്കാൻ സംശയം ഉണ്ടായി, അങ്ങനെ മാറ്റി വെച്ചാണ്. അതെ, അത് നല്ല തീരുമാനമായിരുന്നു തോന്നുന്നു. വളരെ നല്ല തീരുമാനമായിരുന്നു. ഫാഫയുടെ കൂടെ അഭിനയിച്ചപ്പം അല്ലെങ്കിൽ അഭിനയിക്കുമ്പം ഇപ്പം ഓടുംകുതിര ചാടുംകുതിരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാവുന്ന സംശയം എന്താണ് ആസ് എൻ ആക്ടർ? ഓടുംകുതിര ചാടുംകുതിരയിൽ വലിയ സംശയം ഉണ്ടായില്ല. പക്ഷെ മാലിക്കിൽ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. കാര്യം ഫഹദ് വന്നിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഫഹദ് ഒരു ഗ്രേറ്റ് ആക്ടർ സോണിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ആളുകൾ ഇയാൾ ഗംഭീര നടനാണെന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഞാൻ കൈൻഡ് ഓഫ് ഈക്വൽ റോളാണ് മാലിക്കിൽ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷോട്ട് കൂടി മിസ് ചെയ്യരുത്. എൻ്റെ 100% ഞാൻ കൊടുക്കണം. കാര്യം തമാശ ഇറങ്ങുന്നതിന് മുമ്പാണ് മഹേഷൻ എന്നെ കാസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ എക്സ്ട്രീംലി താങ്ക്ഫുൾ ആണ് ആ റോളിന്. അപ്പോൾ ഓരോ ഷോട്ടിലും എനിക്ക് 100% കൊടുക്കാൻ പറ്റണം എന്ന് പറയുന്നൊരു ഡിസിഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അല്ലെങ്കിൽ ഇയാൾ നമ്മൾ പുറംകാലിന് അടിക്കില്ല. ആ സംശയം ത്രൂട്ട് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇല്ലാത്ത അങ്ങനത്തെ റോൾ? ഇപ്പോൾ ഓടുംകുതിര ചാടുംകുതിര ചെയ്യുമ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ഹ്യൂമർ പരിപാടി, ഫുൾ ഓൺ ഹ്യൂമർ പരിപാടി. അപ്പോൾ പിന്നെ ഇതിൽ ഫഹദ് ലീഡ് റോളും ഞാൻ ഫഹദിൻ്റെ വേറൊരു പരിപാടിയാണ്. ഞാൻ ഫഹദിൻ്റെ ചേട്ടനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാലൻസ് ആണ്, തമാശ പരിപാടിയാണ്. മാലിക്കിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് കടന്നു പോകാവുന്ന എല്ലാത്തരം ഇമോഷൻസിൻ്റെ കൂടെ ഈ ഡേവിഡ് എന്ന് പറഞ്ഞ കഥാപാത്രം പോകുന്നുണ്ട്. ഓടുംകുതിര വരുമ്പോൾ നമ്മൾ ആളുകളെ ചിരിക്കുന്നുണ്ടോ ചിരിക്കുന്നില്ല എന്ന് പറയുന്ന പരിപാടി മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല. ഇതിൽ ഓടുംകുതിര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ അൽത്താഫായിട്ട് വർക്ക് ചെയ്ത ഭയങ്കര നല്ല അനുഭവമായിരുന്നു. അപ്പോൾ അൽത്താഫ് ആകെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ഇതൊരു ഹാർഡ് കോർ കമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പരിപാടി പിടിക്കണം, അത്തരങ്ങളെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. റിയാക്ഷൻ ടൈം കൂട്ടിയോ? അല്ല, സംസാര രീതിയുടെ സ്പീഡൊക്കെ കൂട്ടി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിടി, പോസസ് കുറച്ചു. ചില സിനിമ വർക്കാവോ ഇല്ലേന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യാനാ? സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത് നമ്മൾ പൈസ വാങ്ങി അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻവോൾവ്മെൻ്റ് ആവാം. നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പരിപാടിയൊക്കെ പറയാം. അത് കഴിഞ്ഞ് ഇതൊരു സംവിധായകൻ്റെ കലയാണ്. അദ്ദേഹത്തെ സിനിമ ചെയ്യാൻ സമ്മതിക്കുക. ഈ സംശയം മുഴുവൻ ഉണ്ടാകേണ്ടത് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ്. കമ്മിറ്റ് ചെയ്ത് അതിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഡിസ്കഷൻ ആവാം, ചർച്ചകളാവാം, സിനിമ ബെറ്റർമെൻറ്റിന് എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ആവാം. പക്ഷേ മറ്റൊരു സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിനൊന്നും ഒരു തരത്തിലും ബാധിക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ. അങ്ങനെ സംശയം ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് വർക്കായ സിനിമ ഉണ്ടോ? ഉറുമ്പോൾ ഉറങ്ങാറില്ല. ഇനീഷ്യലി എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ആ സിനിമയുടെ കാര്യത്തിൽ. ഞാൻ ചെന്ന ദിവസം ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ആണ്. ലോകത്തിൽ ഒരു നടന ദുർവിധി വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സും പരിപാടിയൊക്കെ വെച്ചിട്ട്
പക്ഷേ ഉറുമ്പുകൾ പ്രോഗ്രസ് ചെയ്ത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ നല്ലൊരു സിനിമ ആകാനുള്ള പോക്കാണ് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പം സീരീസ് പിടിച്ചൂടെ എന്ന് വെച്ചപ്പോൾ പാൻ ഇന്ത്യൻ സീരീസുകളൊക്കെ എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി മുടങ്ങുന്ന സംശയം ഉണ്ടായിരുന്നു. ആ സംശയം വിനയ് ഫോർട്ടിന് ഇപ്പം മാറിയോ? ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഹിറ്റ് സീരീസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ട ടൈം ആയിരുന്നു, പോയില്ലേ? പക്ഷെ ഞാനത് ചെയ്തില്ല. എനിക്ക് ഓപ്ഷൻ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് സംശയം പ്രൊമോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്ര നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫിലിം, ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഫിലിം പ്രൊമോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭവും അല്ലെങ്കിൽ ഒരു പുതിയ ലോഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ മാറിയിരുന്നെങ്കിൽ ഇപ്പോൾ സംശയത്തിന് ഉണ്ടാകുന്ന ഒരു വിസിബിലിറ്റിയുടെ 60% ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഫിസിക്കലി അവൈലബിൾ ആവണം പല സ്ഥലത്തും. അപ്പം അത് ഒരാളെങ്കിലും മുന്നോട്ട് നിൽക്കണം. സീരീസിലേക്ക് പോകാനുള്ള സംശയങ്ങൾ മാറിയോ? ഞാൻ എന്നെ അവർ റിജക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈവൻ പറഞ്ഞു, ഞാൻ മലയാളിയാണ്, ഞാൻ 15 വർഷം മുമ്പാണ് ഹിന്ദി സംസാരിച്ചിരുന്നത്. ഇപ്പം എനിക്ക് ഇപ്പം അവർ കഥാപാത്രത്തിനടക്കം മലയാളിയാക്കി ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഓൾറെഡി ഹിറ്റ് സീരീസാണ്, മാംല ലീഗൽ എന്ന് പറഞ്ഞിട്ടൊരു ഹിറ്റ് സീരീസാണ് നെറ്റ്ഫ്ലിക്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് ഇപ്പോൾ എന്താണ് 10,000 നെല്ലുണ്ടെങ്കിൽ എല്ലി ട്രാവൽ ചെയ്ത് വന്നോളൂ. ഓക്കെ, ആക്ടർ വിനയ് ഫോർട്ടിന്റെ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ആസ് എൻ ആക്ടർ വിനയ് ഫോർട്ടിന്റെ ഒരു സംശയം. എനിക്കൊരു അതായത് ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഇപ്പം പലപ്പോഴും എന്നെ സിനിമ ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് സിനിമ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ റാഫി ഒന്ന് എന്നോട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻ പ്ലേ വായിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റണം. എത്ര വലിയ സിനിമയാണെങ്കിൽ ആ ഒരു സോണിലേക്ക് ഞാൻ എത്തണം. എത്താൻ പറ്റില്ല എന്ന് പറയുന്നൊരു സംശയം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. ഓക്കെ, ആസ് എ സ്റ്റാർ വിനയ് ഫോർട്ടിന്റെ സംശയം എന്താണ്? മറ്റൊരു ആക്ടറായിരുന്നു. അത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സംശയമില്ലല്ലോ, നമ്മളെപ്പോഴും തുഴഞ്ഞുകൊണ്ടിരിക്കുകയല്ല അങ്ങോട്ട് എത്താൻ. സ്റ്റാർ ആയാലേ ഇത് പോസിബിൾ ആവുള്ളൂ, വേറെ ഒന്നും വേണ്ട. അപ്പൊ സംശയം എന്ന് പറഞ്ഞാൽ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. സംശയം എന്ന് പറയുന്നൊരു സിനിമ വലിയ ഹിറ്റായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറിഡം അല്ല എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് സ്റ്റാറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോണറിലുള്ള സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഒരു പ്രൊഡ്യൂസറിനെ സേഫ് ആക്കണം. കാര്യം സിനിമ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആവണം. ഓക്കെ, ഹൗ മെനി ഡോളേഴ്സ് ടു സ്റ്റേ ഇൻ വിനയ് ഫോർട്ട്സ്? സംശയമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം ഇത് ഈ ഹോം ടൂർ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണുന്നതാണ് പറയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ ഹോം സ്റ്റേ ഉണ്ടാക്കിയതിന് ശേഷം 1 വർഷത്തോളം ഞാനത് വെറുതെ ഇട്ടു. എന്തിനാണെന്നറിയോ? സംശയം റിലീസ് ചെയ്യുന്ന ടൈമിന് ഒരു ഹോം ടൂർ അടിക്കാം. എൻ്റെ സംശയത്തിന്റെ കാര്യം പറയാം, അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും എന്നുള്ള തരത്തിൽ. ഇതുവരെ ഞാനത് ഞാൻ എയർബിഎൻബിയിൽ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ബിസിനസ് പ്രൊമോഷനും സിനിമ പ്രൊമോഷനും കൂടെ ഒന്നിച്ചാക്കി. അപ്പോൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യേണ്ട പ്രയോറിറ്റി അല്ല, ഹോം സ്റ്റേന്റെ പ്രയോറിറ്റി അല്ല, അത് എയർബിഎൻബിക്ക് കൊടുക്കണം. ആ ഒരു പരിപാടി അടക്കി സിനിമയുടെ റിലീസിന് ശേഷം ഇപ്പം ഞാൻ എയർബിഎൻബിക്ക് കൊടുത്തു, എനിക്ക് ഹോം ടൂർ നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പ്രയോറിറ്റി എന്ന് സിനിമയാണ്, പ്രയോറിറ്റി എന്നും ആക്ടിങ് ആണ്. ഞാൻ മാറി നോക്കി സിനിമയും ആക്ടിങ്ങും ഇല്ലെങ്കിൽ ഞാൻ എംപ്റ്റി ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വിനയ് ഫോർട്ടിന് സംശയമുണ്ടോ അല്ലെങ്കിൽ ഉറപ്പാണോ എന്ന് പറയണം. ഓക്കെ, വിനയ് ഫോർട്ട് ഒരു കലിപ്പനാണ്. സംശയമുണ്ട്. കലിപ്പനല്ല. ഞാൻ കലിപ്പന ഇതൊരു അറ്റ് ടൈംസ് ആണല്ലോ. എനിക്ക് എൻ്റെ ആ കലിപ്പന ഏരിയയിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഇല്ല. നമ്മളാകെ കുറച്ച് സമയം ആകെ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരാളോട് അരിശപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളും വെറുക്കപ്പെട്ടു, ഞാനും വെറുപ്പിച്ചു, 2 പേർക്കും നെഗറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ അർത്ഥം ഞാൻ അരിശപ്പെടാറില്ല എന്നല്ല, പക്ഷെ അതെൻ്റെ ഒരു പരാജയമാണ്. അരിശപ്പെടുന്നത് വേറൊരാളെ വെറുപ്പിക്കുന്നത്. ആകെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന വേറൊരാളെ വെറുപ്പിക്കാണ്ട് ജീവിച്ച് ജീവിതം തീർക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് പീസ്ഫുള്ളായി ജീവിക്കുക. കലിപ്പന്മാരോട് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ അതായത് ഒരു സെറ്റ് മുഴുവൻ അരിശപ്പെട്ട് ഞാൻ അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. എനിക്ക് വേറൊരാളുടെ ഒരു മാനസികാവസ്ഥനെ തകർക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. എനിക്കെന്ത് റൈറ്റാണുള്ള? സിനിമയിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. സിനിമയിൽ ആ കലിപ്പൻ ക്യാരക്ടേഴ്സ് ആളുകളെയൊക്കെ അടിച്ചിട്ട് ഒരു 5-8 പേരെയൊക്കെ കൊന്ന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സീരിയൽ കില്ലറോ അങ്ങനെ ഭയങ്കര എമ്പത്തി ഒന്നും ഇല്ലാത്ത അങ്ങനെ ഭയങ്കര ഇന്റൻസ് പവർഫുൾ സ്റ്റാർ പരിപാടിയൊക്കെ പിടിക്കുന്നുണ്ട് സിനിമയിൽ. മാസ് പടം. ഓക്കെ, അപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് വിനയ് ഫോർട്ടിന് റീസെന്റ് തോന്നിയൊരു സംശയം? അല്ല, ഈ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ഉണ്ട്.
നമുക്ക് ഒട്ടും വർക്കാത്ത സിനിമകൾ ചിലപ്പോൾ തിയേറ്ററിൽ വർക്കാവും. ഓക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കി സിനിമയ്ക്ക് ഒരു നിയോഗമുണ്ട്. നല്ല സിനിമ ആയതുകൊണ്ട് അങ്ങോട്ട് തകർത്ത് ഓടണമെന്നില്ല. ഓക്കെ. പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു മഴയുള്ള ടൈമിന് ഒരാഴ്ച മഴയാണെന്ന് വിചാരിച്ചു, ആ സിനിമ വർക്കാവില്ല. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മറ്റേ കൊറോണയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിപ്പയോ അങ്ങനെ പല സിനിമക്ക് നിയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒട്ടും വർക്കാത്ത സിനിമകൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ മലയാളികൾ എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കണേ സിനിമയിൽ അത്ര സംശയങ്ങളുണ്ട്. ഓക്കെ. ഏറ്റവും ചാലഞ്ചിങ് റോളെന്ന് പറഞ്ഞ സംശയം. അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ഒരു 4 റോളുകൾ ബേസ്ഡ് ഓൺ ചാലഞ്ചസ്. വിനയ് ഫോർട്ടിന് പ്രിയപ്പെട്ട 4 റോളുകൾ ടോപ്പ് ടു ബോട്ടം നമ്മൾ എഴുതുകയാണെങ്കിൽ ഏതൊക്കെ എഴുതും? മാലിക്, ഡേവിഡ്. ഫസ്റ്റ് അതാണ്. സംശയത്തിന് മുന്നേ സംശയം ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് മുഴുവൻ ഞാൻ പൊട്ടിക്കും. സിനിമ കണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച വേഷം സംശയത്തിലെ മനോജനാണെന്ന് പറഞ്ഞു. ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര പരിപാടിയായിട്ട് എനിക്കങ്ങനെ അഭിനയിച്ചപ്പോൾ തോന്നി. ഞാൻ എൻ്റെ ഒരു ഫാനല്ല ഒരിക്കലും. ഞാൻ എപ്പോഴും എൻ്റെ പരിമിതികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് മുഴുവൻ പൊട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഇപ്പോൾ മാലിക്കിലെ ഡേവിഡ്, പിന്നെ സംശയത്തിലെ തമാശയിലെ ശ്രീനിവാസൻ, 2 എണ്ണമാണ്. ഷട്ടറിലെ സൂര്യനും മറ്റേ കിസ്മത്തിലെ SIയും. സൂപ്പർ. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ സംശയം എന്താണ് വിനയ് ഫോർട്ടിന് റീസെന്റ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് എന്നോട് തന്നെ തോന്നാറുള്ള സംശയം ഞാൻ പറയട്ടെ. അതായത് ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഈ മൊബൈൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, എൻ്റെ ഏറ്റവും കൂടുതൽ സമയം അപഹരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫഹദിന് ഇതില്ല, ഫഹദ് ചെറിയൊരു ഫോണാണ് യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ സ്മാർട്ട് ഫോൺ അല്ല. അപ്പൊ ഇൻസ്റ്റ അതൊക്കെ ഒന്നുമില്ല പുള്ളി. വേറെ ആരെങ്കിലും ഒന്നും ഇയാള് ഇൻസ്റ്റയിലില്ല. അപ്പം എനിക്കിപ്പോൾ പുള്ളിനോട് ആ കാര്യത്തിൽ അസൂയുണ്ട്. ഞാൻ വിചാരിക്കുന്നെങ്കിൽ ഞാൻ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഞാൻ സ്മാർട്ട് ഫോൺ ഉപേക്ഷിച്ചിട്ട് ഞാനും ഇതേപോലെ ആളുകൾ വിളിക്കുന്നത് എടുക്കുക. അത് എനിക്ക് പർട്ടിക്കുലർ ആട്ടോ, ആര് വിളിച്ചാലും എടുക്കും. ഞാൻ ആളുകളെ വിളിക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുക ഒരു ഫോൺ എടുത്ത് പ്രോപ്പർലി റിവേർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരിപാടി അപകരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒട്ടും ടൈം പോകുന്നുണ്ട്. ഒട്ടും കാണേണ്ടതല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ ഒട്ടുമിക്ക കോണ്ടന്റ് നെഗറ്റീവായിരിക്കും. അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന പേജ് മുഴുവൻ എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലും വരുന്നത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടികളും കൂടുതലും. പിന്നെ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ. അവിടെ ആർട്ടിനോ അല്ലെങ്കിൽ സത്യസന്ധതക്കൊന്നും ഒരു വാല്യൂ ഇല്ല. ഇത് മുഴുവൻ ഞാൻ കാണും. എന്നിട്ട് പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കും എന്തിനാ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ? അത്തരം ചോദ്യങ്ങളും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സ്റ്റാർ ആയിട്ട് ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നടക്കുന്നില്ല, പരിപാടി നടക്കുന്നില്ല. സ്റ്റാർ ആവണം എന്തിനാ ഉപേക്ഷിക്കാൻ? അപ്പോൾ നമ്മൾ ഇത്ര അപ്ഡേറ്റഡ് ആവണ്ട. ഇത് വെച്ച് കുറച്ച് നമുക്കൊരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെ പുതിയ പരിപാടികൾ നടക്കുന്നുണ്ട്, ഏതൊക്കെ പുതിയ ആക്ടേഴ്സ് വന്നു, ഇപ്പോൾ മറ്റേ ഈ ബോളിവുഡിൽ എന്താ നടക്കുന്നത്, മറ്റേ ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രൗസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോൺ ഫുൾ ടൈം ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, പുതിയ ട്രെൻഡ് എന്താണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ച് ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന എൻ്റെ ഒരു 15 വയസ്സിന് താഴെയുള്ള ക്യാരക്ടറാണ് എനിക്ക് ചെയ്യേണ്ടി വരും. ഇത് മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ നമ്മുടെ കോമൺ സെൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആക്ടറിന്. ചുറ്റുപാടും എന്താണെന്നുള്ള നമുക്ക് എന്തിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ ഫാഫയോട് ചോദിച്ചോ എന്താ ഫോൺ ഒഴിവാക്കി, സ്മാർട്ട് ഫോൺ ഒഴിവാക്കിയെന്ന്? ഞാൻ ഭയങ്കര പേഴ്സണൽ പരിപാടിയാണ്. ഒന്ന് അയാളെ ചേസ് ചെയ്ത ആളുകൾ നടക്കല്ലോ, അയാൾ എവിടെ ഉണ്ടെന്നൊക്കെ തപ്പിയൊക്കെ ആളുകൾ വരികയാണ്. അപ്പോൾ അയാളൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യാണ്. എന്നെ വിളിച്ച ആളുകൾ ചോദിക്കും, ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ബോംബെ എന്നൊക്കെ, ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് അവിടെ നിന്നൊക്കെ ബോളിവുഡിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് അയാളുടെ നമ്പർ കിട്ടുമോ, അയാളായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ആ ഒരു തരത്തിലാണ് പുള്ളി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടത്. എന്താ പറയാ? ഞാൻ പറഞ്ഞത് അത് എന്നോട് ചോദിക്കരുത്. എൻ്റെ കയ്യിൽ ആളുടെ പേഴ്സണൽ നമ്പർ ഉണ്ട്, ഞാൻ കൊടുക്കുകയില്ല. അയാൾ എനിക്ക് പേഴ്സണൽ നമ്പർ തരുന്ന എന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥനല്ല. വിനയ് ചില ട്രോളുകൾ വിനയ് എന്നെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പടത്തിന് വേണ്ടി ആ മീശ വെച്ച് നടക്കുന്ന കാലത്ത് മറ്റേ നാസയുടെ ടീഷർട്ട് ഇട്ട് അത് നടുക്കിരിക്കുന്ന മറ്റേ ജഗതി ചേട്ടന്റെ മീമായിട്ട് അത് വന്നായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള വിനയുടെ കമന്റ് എന്താണ്? ഒന്ന് ഞാനൊരു എന്റർടൈനറാണ്, ഒന്ന് ഞാനൊരു ആക്ടറാണ്. അപ്പോൾ ഈ നമുക്ക് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. ഞാനിതൊന്നും ചെയ്യാത്ത ആളാണ്. എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നുവരെ ഒരു വസ്തു ചെയ്തിട്ടില്ല. എടാ അവിടെ ഈ പ്രീമിയറിന് പാടാ, നിനക്ക് ഭയങ്കര പബ്ലിസിറ്റിയും അല്ലെങ്കിൽ നിന്നെ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പോടാപ്പാന്ന് പറയുന്നത് ഞാനത് ചെയ്യാറില്ല. അത്
അത് എൻ്റെ ഒരു പരിമിതിയാണത്. അപ്പോൾ എന്നെ ഫ്രീ ആയിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് ഒരു പക്ഷേ തമാശ രൂപേണയായിരിക്കാം. പക്ഷെ ഞാനത് എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകളൊക്കെ ഒരു പക്ഷേ എന്നെ അറിയാനുള്ള പിന്നെ ഈ നമ്മുടെ ഒരു വിസിബിലിറ്റിയും നമ്മുടെ ലൈക്കബിലിറ്റിയൊക്കെ നമ്മളുടെ സിനിമകളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഹാപ്പിയാണത്. അത് അറിഞ്ഞോണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഞാൻ പെരുമാനി ഷൂട്ട് കിടക്കുമ്പോൾ അതിൻ്റെ മറ്റേ പ്രസ് മീറ്റ് കിടക്കുന്നു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഹനീഫ് അല്ലെങ്കിൽ ആ സിനിമക്ക്, എല്ലാ സിനിമക്കും ഒരു സിനിമയുടെ വിജയത്തിന് നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ അതൊക്കെ ചെയ്യും. അപ്പോൾ ഹനീഫിൻ്റെ ഒരു പടം ഇറങ്ങുന്നു. നിവിനാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചത്. നിവിൻ ഒരു നടൻ എന്നുള്ള തരത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണ്. അപ്പം നിവിൻ എന്നെ വിളിച്ചിട്ട്, എടാ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേ വേറെ ആരുമില്ല, അപ്പോൾ നമ്മളെ സപ്പോർട്ടിന് വേണ്ടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇല്ലടാ ഞാൻ ഈ കോമഡി രൂപത്തിലാണ്, ഞാൻ വരില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ വന്നു. അതങ്ങനെ സംഭവിച്ചാണ്, എനിക്കറിയാനേ പാടില്ല. ഒരു വൈറൽ കണ്ടന്റ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തു ഓക്കെ ഈ പരിപാടി വൈറലാക്കാം എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പറ്റിയാൽ ഞാനൊരു 550 വൈറൽ സംശയത്തിന്റെ പ്രൊമോഷൻ വേണ്ടി ചെയ്തേനെ. നമുക്ക് ചെയ്യാൻ പറ്റില്ല, വിചാരിക്കുന്ന വൈറലാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആ വേഷത്തിൽ തന്നെ നിവിന് വേണ്ടി ചെന്നാണ്. അതെ അതെ, ആ സിനിമക്ക് വേണ്ടിയിട്ട് ചെന്നാണ്. നിവിൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ എങ്ങനെയാണ് നിവിൻ ആസ് എ ഫ്രണ്ട്, ആസ് എ സിനിമാക്കാരൻ ഹെൽപ്പ് ചെയ്തത്? നമുക്ക് ഭയങ്കര മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള രണ്ടുപേരാണ്. അപ്പൊ നിവിൻ എന്തെങ്കിലും കഥകളൊക്കെ ആയിട്ട് നിവിന്റെ വർക്കായി കഴിഞ്ഞാൽ നിവിൻ ഇപ്പൊ എനിക്ക് ഒരു പരിപാടിയാണെങ്കിൽ ഡയറക്ടറിനോട് പറയും വിനയനെ വിളിക്കൂ കഥ പറയൂ എന്നൊക്കെ പറയുന്ന പോലെ നിവിന് ഞാനും കൂടെ കുറച്ചധികം സിനിമകളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിവിൻ അങ്ങനത്തെ ഒരു എബിലിറ്റി ഉള്ള ഒരാളാണ്. നിവിന് കൂടെയുള്ള ആളുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ആ കാര്യത്തിൽ. ഇവൻ റാം സാറിൻ്റെ അടുത്തടക്കം കഥ പറയാൻ വിട്ടിട്ടുണ്ട്, എന്നോട് കഥ പറയാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഭയങ്കര അങ്ങനെ അധികം ആരും ചെയ്യാറില്ല. അപ്പം അങ്ങനെ കൂടെയുള്ള ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു ആക്ടറാണ്. പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ റിലീസാകാൻ പോകുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫ് എന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ എനിക്കൊരു ചെറിയ വേഷമുണ്ട്. അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അല്ല, നിങ്ങൾ ആ അടിയിൽ ശരിക്കും അടിച്ചോ? 2 അടി കിട്ടി. അടിച്ചെന്റെ കരണം പുകച്ചിട്ട് ഈ കമ്മൽ അഴിഞ്ഞു പോകുന്നു. പക്ഷെ ആ ഐഡിയ എൻ്റെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അടി കിട്ടിയത് കൊള്ളന്നെ. അടി കിട്ടിയിട്ട് അത് റിയൽ ആവണം എന്നുണ്ടായിരുന്നു, പക്ഷെ അടി ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിച്ച് കരണം പുകച്ചിട്ട് ഈ കമ്മൽ അഴിഞ്ഞു പോകുന്നു. കിട്ടിയോ? ഇല്ല, ഞാൻ ഒരു പാവമായി പോയി. ഞാൻ പാവല്ല, ഞാൻ കുറച്ചും കൂടി നോക്കി ബാലൻസ്ഡ് പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഷറഫ് ക്യാരക്ടറല്ല, ഷറഫിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവന് കൊടുക്കാന്ന് വെച്ചിട്ട് 2 എണ്ണം തന്നാണ്. ശരിക്കും തരാനുണ്ടായിരുന്നു, 2 എണ്ണം കിട്ടി പട്ട. പിന്നെ കുഴപ്പമില്ല, അത് അത്ര റിയൽ ആയതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തി. സംശയം എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ഒരുപാട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ ഈ പേരെത്തുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിനിമ എത്തുക, ഇതിന്റെ ഡേറ്റ് എത്തുക, അങ്ങനെയുള്ള ആളുകൾ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് പിന്നെ ലൈനപ്പ് ഉണ്ടോ? ഓടും കുതിര ചാടും കുതിര. ഓക്കെ, ഫാഫയുടെ കൂടെ അതെ, പൊളിക്കാം നമുക്ക്. അപ്പം താങ്ക് യു വിനയ് ഫോർ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.